നമസ്കാരം. ഇസ്രായേലിന് നേരെ വീണ്ടും ഹമാസിന്റെ മിന്നലാക്രമണം. ഇസ്രായേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെൽ അവീവ് ലക്ഷ്യമിട്ട് തെക്കൻ ഗാസയിലെ റഫൈലിൽ നിന്നാണ് ഹമാസ് മിസൈലുകൾ തൊടുത്തത്. 8ഓളം മിസൈലുകളാണ് ഹമാസ് തുടരെ തൊടുത്തതെന്നാണ് റിപ്പോർട്ട്. തെൽ അവീവിൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന വിവരം ഹമാസിന്റെ ഇസാദിൻ അൽ ഖസം ബ്രിഗേഡ്സ് തങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്. മിസൈലുകളിൽ പലതിനെയും ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മിന്നലാക്രമണത്തിൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് വിവരം. ഹെർസ്ലിയ, പേട്ട തിക്വ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് സൈറണുകൾ മുഴങ്ങി. നിലവിൽ റഫേൽ ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ആളപായം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ പ്രതിരോധ സേന IDF നടപടി ആരംഭിച്ചു. തെക്കൻ ഇസ്രായേലിലൂടെ മാനുഷിക സഹായം എത്തിക്കുന്നതായി റഫ അതിർത്തി വഴി ട്രക്കുകൾ കടന്നു പോകാൻ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണമെന്ന് ഇസ്രായേലി സൈന്യം എക്സിൽ കുറിച്ചു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹെസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ സേന ലെബനന് നേരെ ആക്രമണം നടത്തി. ജബ്ബൈൻ ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് മേഖലയിൽ യുദ്ധം ആരംഭിക്കുന്നത്. 1200-ലധികം ഇസ്രായേൽ പൗരന്മാർ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും 253 പേരെ ഗാസയിലേക്ക് ബന്ദികളാക്കി കൊണ്ടുപോയെന്നുമാണ് ഇസ്രായേലിന്റെ കണക്ക്. 7 മാസത്തോടടുക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,000 കടന്നു. 1 ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേറ്റു. 23 ലക്ഷത്തോളം പേർ പലായനം ചെയ്യുകയും ചെയ്തു. ഹമാസ് പ്രവർത്തകർ ഒട്ടനവധി സ്ത്രീകളെയാണ് മാനഭംഗത്തിനിരയാക്കിയത്. ഈ 7 മാസത്തിൽ ബന്ദികളാക്കിയ 253 പേരിൽ നിന്നും ആകെ മോചിപ്പിച്ചത് 38 പേരെയാണ്. ഇപ്പോഴും 150ഓളം പേര് അവരുടെ ബന്ദികളായി കഴിയുകയാണ്. ലോകമെമ്പാടും പാലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പാലസ്തീന്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. എന്നാൽ ഈയിടെ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ റൈസി അന്തരിച്ചു. റൈസിയുടെ മരണം എന്തായാലും പാലസ്തീനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയാണ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.